ഹായ് ഓൾ, ഞാനിന്ന് റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ടയർ ഒന്ന് മാറ്റണം, കൂടെ ജനറൽ സർവീസും കൂടെ ഉണ്ട്. ഇതെൻ്റെ C8 ഗ്രിപ്പ് എക്സൽ എന്ന് പറഞ്ഞ മോഡൽ സെക്കൻഡ് ടയറാണ്. മുന്നത്തതും ഇതും 8000 കിലോമീറ്റർ കിട്ടി. ഇത് പുതിയ ടയർ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഏകദേശം 3000 റുപ്പീസ്. റേസിൻ്റെ ഗ്രിപ്പ് എക്സൽ എന്ന് പറഞ്ഞ മോഡൽ 120 90 സെയിം സ്പെക്കിൽ വരുന്ന ടയർ തന്നെയാണ്. സോ ഇത്തവണ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്താൽ കരുതി. കുറച്ചുകൂടി ലൈഫ് ഓറിയൻറ്റഡ് ആണ്, മാത്രമല്ല റോഡ് പർപ്പസ് ആണ്, ഒരു 30% ഓഫ് റോഡ് പർപ്പസും കൂടിയാണ്. സോ നമുക്ക് ഇനി ടയറൊന്ന് മാറ്റാം. ഇത് വന്നിരിക്കുന്നത് വിത്ത് ട്യൂബാണ്. പലരും കമൻസിൽ കണ്ടു പർച്ചേസിന് സെല്ലറിനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇത് ട്യൂബ് കിട്ടിയിട്ടില്ല, വിത്തൗട്ട് ട്യൂബാണ് വന്നത്. പക്ഷേ എനിക്ക് ട്യൂബ് കൂടെ ഉണ്ടായിരുന്നു. സോ ആമസോണിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റും ഈ സെല്ലറിന്. ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് തന്നെ അവരെനിക്ക് ഡെലിവറി ചെയ്തു. ആൻഡ് നമുക്ക് ഇനി ഇതൊന്ന് ഇട്ടിട്ടുള്ള എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് അത്യാവശ്യം കാഴ്ച തന്നെ നല്ലൊരു ലുക്ക് തരുന്നുണ്ട് ഈ ഒരു ടയർ. സോ ദിസ് ഇസ് ദ ലുക്ക് ആഫ്റ്റർ ഫിറ്റിംഗ് ദ ടയർ. എനിക്ക് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. കാരണം മുന്നിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മാക്സിൻ്റെ മാക്സ്പ്ലോർ എന്ന് പറഞ്ഞ ടയറാണ്. സോ അതിനെ ഞാൻ പ്രിഫർ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഇത്തവണ ഒന്ന് ബാക്ക് ടയർ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി അങ്ങനെ റേസിൻ്റെ ടൂർ എടുത്തത്. കൊള്ളാം, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഇസ് ആഫ്റ്റർ 25 കിലോമീറ്റേഴ്സ് ഓഫ് റൈഡിങ്. അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കറക്റ്റ് ഒരു എക്സാക്റ്റ് ഒരു റിവ്യൂ പറയണമെങ്കിൽ നമ്മളൊരു ഹൈവേ എങ്ങനെയെങ്കിലും റിവ്യൂ ചെയ്യണം. സോ അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടാം. സോ ഇതാണ് പിന്നിൽ നല്ല ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പ്ലീസ് ലെറ്റ് മീ നോ കമൻറ്റ്സ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ.